അപ്പോൾ ലാസ്റ്റ് വീക്കിൽ ആപ്പിളിൻ്റെയും ടെക്നോളജിയുടെയും ലോകത്ത് സംഭവിച്ചിട്ടുള്ള പുതിയ കുറേ മാറ്റങ്ങളും വ്യത്യാസങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചേർത്തിട്ടുള്ള പ്ലാനറ്റ് ആപ്പിൾ വീക്ക്ലി ന്യൂസ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നാളെ സെപ്റ്റംബർ 9 തിങ്കളാഴ്ചയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം iPhone 16 ലൈനപ്പ് നാളെയാണ് ലോഞ്ച് ചെയ്യുന്നത്, ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നത്. 16 ലൈനപ്പിനോടൊപ്പം തന്നെ ആ ഒരു ഇവൻറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റ് ആപ്പിളിൻ്റെ പ്രോഡക്റ്റുകളെ പറ്റിയും കഴിഞ്ഞ ദിവസം നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ലിങ്ക്, അതിൽ പോയി കാണാവുന്നതാണ്. എനിവേ വലിച്ചു നീട്ടാതെ നമ്മുടെ ന്യൂസ് വീക്ക്ലിയിലേക്ക് കിടക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ആപ്പിൾ പേയുമായിട്ട് ബന്ധപ്പെട്ട ആപ്പിൾ പേയിലേക്ക് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ചെറിയ മാറ്റം, അല്ലാതെ വരാൻ പോകുന്നൊരു മാറ്റം, അതിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് ആണ്. NCPIയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റിൽ NCPI എന്ന് പറയുന്നത് UPI, നമുക്കറിയാം, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്, ആ ഒരു സിസ്റ്റത്തിൻ്റെ ഗവേണിംഗ് ബോഡിയാണ് NCPI. സോ NCPI റീസെൻ്റ്ലി ഒന്നുമല്ല, ഒരു വർഷത്തോളമായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ചേഞ്ചാണ് OTPs. നമ്മൾ പേയ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന UPI പേയ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ഗൂഗിൾ പേയിലും ഫോൺ പേയിലും പേടിഎമ്മിലും ഒക്കെ ചെയ്യുന്ന പേയ്മെൻറ്റ്സ് ഒരു UPI ID അല്ലെങ്കിൽ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെറ്റ് ചെയ്ത് പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ്സുകളെല്ലാം ഒത്തൻറ്റിക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇതേ സംഭവം ഇനി ബയോമെട്രിക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ OTP റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ബയോമെട്രിക്കിലൂടെ പേയ്മെൻറ്റ്സ് സെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഒത്തൻറ്റിക്കേറ്റ് ചെയ്യാൻ ഉള്ളൊരു ഫീച്ചർ ഫങ്ഷനാലിറ്റി UPIയിലേക്ക് NCPI ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യമാണ്. സോ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാത്തിരുന്ന ആ ഒരു ആപ്പിൾ പേയുടെ കാര്യത്തിൽ ഏകദേശം ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലിയറൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് നമ്മുടെ രണ്ടാമത്തെ ന്യൂസ് ആയിട്ട് ബന്ധപ്പെട്ട് ടൈപ്പ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. iPhone യൂസർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ സോഫ്റ്റ്വെയറാണ് മൊബൈൽ ട്രാൻസ്. ഇതാണ് വണ്ടർഷെയറിൻ്റെ മൊബൈൽ ട്രാൻസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കൊടുത്തത് കാണാം. ആദ്യം ഉള്ളത് വാട്സാപ്പ് ട്രാൻസ്ഫർ ആണ്. വാട്സാപ്പ് ബിസിനസ്, മറ്റ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. 2 ഫോൺ ട്രാൻസ്ഫർ ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് എവിടുത്തെ ഡേറ്റാസ്, നമ്മൾ iPhone to iPhone, Android to iPhone, നിങ്ങളുടെ ഫോട്ടോ, കോൺടാക്ട്, ടെക്സ്റ്റ് മെസ്സേജ്, വീഡിയോസ്, നോട്ട്സ്, ഇതെല്ലാം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ മാക്കിൽ നിന്ന് ഐഫോണിലേക്കും iCloud to ഫോണിലേക്ക് ഫോട്ടോ, വീഡിയോ, എന്ത് തരത്തിലുള്ള ഡേറ്റ ആയിക്കോട്ടെ അത് നിങ്ങളുടെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിതിൽ വാട്സാപ്പ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് iPhone 14 Proയിലുള്ള ഈ ഒരു വാട്സാപ്പ് നമുക്ക് iPhone 12 miniയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വാട്സാപ്പ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യുന്നു. അതിൽ എന്തൊക്കെ വാട്സാപ്പ് ഡേറ്റാസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം അത് നമുക്ക് ഇവിടുന്ന് ചെക്ക് ഇൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ സോഴ്സും ഡെസ്റ്റിനേഷനും സെലക്ട് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. സോ നമുക്ക് iPhone 14 Proയിൽ നിന്ന് iPhone 12 miniയിലേക്കാണ് ഡേറ്റാസ്, വാട്സാപ്പ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഡിപ്പെൻഡിങ് വാട്സാപ്പിൻ്റെ സ്റ്റോറേജ് സൈസ് അനുസരിച്ച് നമുക്ക് ഈ ഒരു പ്രോസസ്സിൻ്റെ ഡ്യൂറേഷൻ കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ബാക്കപ്പ് ചെയ്യേണ്ട ആ ഒരു സോഴ്സ് ഡേറ്റ എത്രത്തോളം ആണെന്നുള്ളത് റീഡ് ചെയ്യുന്നതാണ് അവിടെ. വൺസ് വാട്സാപ്പ് ഡേറ്റ സോഴ്സ് ഡിവൈസിലേക്ക് ബാക്കപ്പ് ആയതിനു ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഫോണിൽ നിന്ന് ഈ ഒരു ഫോണിലേക്ക് iPhone 12 miniയിലേക്ക് നമ്മൾ വാട്സാപ്പ് ലോഗിൻ ചെയ്താൽ മാത്രം മതി. അതിൻ്റെയാണ് പോപ്പപ്പ് അവിടെ കാണിക്കുന്നത്. ലോഗിൻ കണ്ടിന്യൂ കൊടുത്തു. ഇപ്പം നമുക്കിവിടെ കണ്ടിന്യൂ, ഇവിടെ നിങ്ങൾക്ക് കാണാം വാട്സാപ്പ് ഡേറ്റ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം കാണുന്ന പോലെ നമ്മളെ സകല ഡേറ്റാസും നമുക്കിപ്പോൾ നമ്മുടെ ഐഫോണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും മൊബൈൽ ട്രാൻസ്ഫർ എന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് വാട്സാപ്പ് ഡേറ്റ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതായത് ആപ്പിൾ NFC ഫോർ പേയ്മെൻറ്റ്, അതായത് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷനാണ് NFC. അതൊരു വയർലെസ് ടെക്നോളജിയാണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെ ATM കാർഡുകളിൽ നമുക്ക് NFC ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ജസ്റ്റ് ടാപ്പ് ടു പേ എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ്. എന്നാൽ ഇവിടെ നമുക്കറിയാം ഇന്ത്യയിൽ മാത്രം ആപ്പിൾ പേ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു NFC ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനും അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ ലോക്ക്ഡാണ്. എന്നാൽ റീസെൻ്റ്ലി ഈ കാണുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആപ്പിൾ യൂറോപ്യൻ യൂണിയനിൽ EUവിൽ NFC ഫോർ പേയ്മെൻറ്റ് അൺലോക്ക് ചെയ്യുന്നു. തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സിന് ആ ഒരു API NFC ഫോർ പേയ്മെൻറ്റിൻ്റെ API അൺലോക്ക് ചെയ്യുന്നു. ഇത് അൺലോക്ക് ചെയ്യുന്നതിലൂടെ എല്ലാ ബാങ്കുകൾക്കും ഈ ഒരു NFC പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ആപ്പിൾ പേനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ബാങ്കിങ് ആപ്പിലൂടെ അല്ലെങ്കിൽ അവർക്ക് ബിൽറ്റ് ഇൻ ആയിട്ട് കൊടുക്കുന്ന ഫീച്ചറിലൂടെ ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും NFC പേയ്മെൻറ്റ് ഫീച്ചേഴ്സ് എല്ലാം തന്നെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഈ ഒരു ബയോമെട്രിക് ഉപയോഗിച്ചുള്ള ഫങ്ഷനാലിറ്റി നമുക്ക് ലഭിക്കും. അതിനോടൊപ്പം തന്നെ NFC പേയ്മെൻറ്റ് ഓപ്ഷനിൽ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആപ്പിൾ പേ ഇല്ലെങ്കിൽ പോലും ഗൂഗിൾ പേയിലും ഫോൺ പേയിലും അതിലെല്ലാം നമുക്ക് NFC ടാപ്പ് ടു പേ ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഫോൺ എടുത്തുകൊണ്ട് നമ്മൾ സ്ഥിരം കാണുന്ന POS മെഷീനിലേക്ക് നമ്മുടെ ഫോൺ ഇങ്ങനെ മുട്ടിച്ച് കഴിഞ്ഞാൽ
ടാപ്പ് ടു പേ ഫീച്ചറിൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു NFC ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ്സ് നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമത്, യൂറോപ്യൻ യൂണിയനിൽ തന്നെ ആപ്പ് ഡെവലപ്പേഴ്സിന് അവരുടെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഡയറക്റ്റ്ലി നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് തന്നെ ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു പേജിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ഇമെയിൽ അഡ്രസ്സും അതോടൊപ്പം തന്നെ ഫോൺ നമ്പരും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അത് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് ഡയറക്റ്റ്ലി അവർക്ക് മെയിൽ ചെയ്യാം. ഈ പറഞ്ഞ ബ്രാൻഡുകൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്പ് ഡെവലപ്പേഴ്സിന് മെയിൽ ചെയ്യാൻ സാധിക്കും, സപ്പോർട്ട് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ എല്ലാ സേവനങ്ങളും നമുക്ക് വളരെ എളുപ്പം ആക്സസ് ചെയ്യാൻ സാധിക്കും ഇങ്ങനൊരു ചേഞ്ച് കൊണ്ടുവരുന്നതിലൂടെ. ഇതിലെ നാലാമത്തെ കാര്യം, ഇതൊരു ന്യൂസോ കാര്യങ്ങളൊന്നുമല്ല, കാരണം ഞാൻ തന്നെ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ. അതായത് കഴിഞ്ഞ ദിവസം ഈ ഒരു ആപ്പിൾ വാച്ചും എൻ്റെ മെയിൻ ഐഫോണായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് 15 Pro ആണ്. സോ ഈ രണ്ട് ഡിവൈസുകളും ഡിസ്കണക്ട് ചെയ്ത് യൂസ് ചെയ്യേണ്ട വന്നു. അതായത് എൻ്റെ iPhone 13 ഞാൻ എൻ്റെ മെയിൻ സിം ഇട്ടിട്ട് iPhone 15 Proയിൽ യൂസ് ചെയ്യുന്ന സിമ്മ് ഞാൻ ഇതിലേക്ക് ഇട്ട് iPhone 13. അതോടൊപ്പം തന്നെ ഈ ഒരു വാച്ച് സെപ്പറേറ്റ് ആണ്, കാരണം iPhone 15 ഈ ഒരു വാച്ച് കണക്റ്റഡ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വാച്ച് ഐഫോണുമായിട്ട് കണക്റ്റഡും അല്ല, എന്നാൽ ഞാൻ ഉപയോഗിക്കുന്ന മെയിൻ ഫോണായിട്ട് ഞാൻ ക്യാരി ചെയ്തത് ഈ ഒരു iPhone 13 നിങ്ങൾക്കറിയാം, ഈ ആപ്പിൾ വാച്ച് അൾട്ര എന്ന് പറയുന്നത് സെല്ലുലാർ എനേബിൾഡ് ആണ്. സോ ഇതിൽ ഞാൻ ഈ സിമ്മായിട്ട് എൻ്റെ മെയിൻ സിമ്മിൻ്റെ പ്രൊഫൈൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫോണില്ലെങ്കിലും എനിക്ക് വാച്ച് ഉപയോഗിച്ച് കോൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനും സാധിക്കും, ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ രണ്ട് എൻ്റയർലി ഡിഫറെൻറ്റ് ഡിവൈസുകളായിട്ടാണ് എൻ്റെ സിം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് വെളിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഈ രണ്ട് ഡിവൈസുമാണ് എടുത്ത് 15 Pro വീട്ടിൽ തന്നെയായിരുന്നു. സോ അങ്ങനെ ഞാൻ യാത്ര ചെയ്ത സമയത്ത് എനിക്ക് രസകരമായിട്ട് തോന്നിയൊരു കാര്യമാണ്, അതായത് എനിക്ക് ഒരേ നമ്പർ തന്നെ രണ്ട് ഡിവൈസുകളിലാണ്, ഒന്ന് 13 Proയിലും ഒന്ന് എൻ്റെ ആപ്പിൾ വാച്ചിലും ഒരേ നമ്പർ തന്നെയാണ്. പക്ഷേ ഈ രണ്ട് ഡിവൈസുകളിൽ നിന്നും എനിക്ക് സെപ്പറേറ്റ് കോൾ വിളിക്കാനും സാധിച്ചു, സെപ്പറേറ്റ് ആയിട്ട് ആൻസർ ചെയ്യാനും സാധിച്ചു. ഇതേൽ കോൾ വരുമ്പം എനിക്ക് ഇതേലും കോൾ വരും, പക്ഷേ എനിക്ക് ഇതേന്ന് കോൾ വിളിച്ചുകൊണ്ട് തന്നെ ഈ നമ്പറിൽ ഞാൻ വേറൊരു കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ നമ്പറിൽ നിന്ന് തന്നെ ഈ വാച്ചിൽ സെയിം നമ്പർ തന്നെയാണ് ഇതേന്ന് വേറൊരു കോൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, കാരണം ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് തന്നേ ഉള്ളൂ. അഞ്ചാമത്തെ കാര്യം, iPhone 16 നാളെ വരുന്നു. അപ്പോൾ 17 കാര്യങ്ങളാണ് ഇനി അടുത്ത വർഷം ഈ ഒരു ടൈം വരെ നമുക്ക് സംസാരിക്കാനുള്ളത്. എന്നാൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്, അതായത് നെക്സ്റ്റ് ഇയർ റിലീസ് ചെയ്യാൻ പോകുന്ന 2025 റിലീസ് ചെയ്യാൻ പോകുന്ന iPhone 17 ലൈനപ്പിൽ നമുക്ക് പുതിയൊരു മോഡലും കൂടെ ആപ്പിൾ ആഡ് ചെയ്യുന്നു. അതായത് ഇപ്പം നിലവിലുള്ള 17+ മോഡലിന് പകരം ആപ്പിൾ അതിനെ റീപ്ലേസ് ചെയ്ത് 17 എയർ എന്ന് പറയുന്ന പുതിയൊരു മോഡൽ ആപ്പിൾ കൊണ്ടുവരുന്നു. ഈ ഒരു എയർ നമുക്കറിയാം, മാക്ബുക്ക് എയർ ഉണ്ട്, അതുപോലെ തന്നെ ഐപാഡിലും ഒരു എയർ ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ ഐഫോണിലും വളരെ തിന്നറായിട്ടുള്ള ഒരു മോഡലായിരിക്കും ഈ ഒരു എയർ മോഡലും, iPhone 17 എയർ എന്ന് പറയുന്നത്. കാരണം റീസെൻ്റ്ലി ഐപാഡിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ ഐപാഡ് പ്രോ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ആപ്പിളിൻ്റെ ഡിവൈസുകളിൽ ഒന്നാണ് ഐപാഡ് പ്രോ, പുതിയ M4 ഐപാഡ് പ്രോ. അതിൻ്റെ ഓവറോൾ ഈ ഒരു തിക്നെസ് എന്ന് പറയുന്നത് 5.1 mm ആണ്. സോ അതേ റേഞ്ചിൽ വരാൻ പോകുന്ന 5.1 mm റേഞ്ചിൽ വരാൻ പോകുന്ന ഒരു പുതിയ ഐഫോൺ ആയിരിക്കും iPhone 17 എയർ എന്ന് പറയുന്നത്. ആദ്യം ആപ്പിൾ മിനി സീരീസാണ് കൊണ്ടുവന്നത്, 2 സീരീസിന് ശേഷം ആപ്പിൾ അത് സ്റ്റോപ്പ് ചെയ്തു. ശേഷമാണ് പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡൽ കൊണ്ടുവന്നത്. എന്നാൽ ഇതേ പ്ലസ് സൈസിൽ തന്നെ ആയിരിക്കും, പക്ഷേ പേരിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്നാൽ ഡിസൈനിലും ഹാർഡ്വെയറിൻ്റെ കാര്യങ്ങളിലും ഓവറോൾ ലുക്കിലും ആപ്പിൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് എയർ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ മോഡൽ കൊണ്ടുവരുന്നതോടെ ആപ്പിൾ ഈ ഒരു എൻറ്റയർ ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇതിൽ അടുത്ത കാര്യം, ഗൂഗിളിൻ്റെ Pixel 9 സീരീസ് റീസെൻ്റ്ലി ഗൂഗിൾ ലോഞ്ച് ചെയ്തു. സത്യമായിട്ട് ഞാൻ പറയാം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ലുക്കും അതിൻ്റെ ഒരു ഡിസൈനും ഓവറോൾ അതിൻ്റെ എന്താ പറയുന്നത്, ഇത്രയും കാലം ഗൂഗിളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തൊരു സംഭവം തീർച്ചയായിട്ടും ഗൂഗിൾ ഇപ്പം കൊണ്ടുവന്നു എന്ന് എനിക്ക് നിസ്സംശയം പറയാം. കാരണം ലോവർ എൻഡ് മോഡൽസ് ഇപ്പം Pixel 8, 7, 6 ഒക്കെ എടുത്ത് നോക്കിയോ, നമുക്ക് താഴെ വലിയൊരു ചിഹ്നും വലിയൊരു ബെസൽസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിവേ ഈ വർഷം ഗൂഗിൾ ആ കാര്യത്തിലൊക്കെ വളരെയധികം ഡീസൻസി അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ബെസൽസ് എല്ലാം തന്നെ ഇപ്പം നമുക്ക് ഐഫോണിലുള്ള പോലെ എല്ലായിടവും കൃത്യം ഈക്വലി ഡിവൈഡഡ് ആണ്. യാതൊരു ചിഹ്നോ ബെസൽസോ ഒന്നും താഴെ ബൾജ് ചെയ്ത് നിൽക്കുന്നില്ല. അതോടൊപ്പം ഓവറോൾ 4 മോഡൽസിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിലും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഡിസൈനാണ്. അതോടൊപ്പം iPhone 15 ലൈനപ്പിൽ വന്ന പോലെ നമുക്ക് ആ ഒരു ബോർഡേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ കോർണേഴ്സ് കർവ്ഡാണ്, അതുകൊണ്ട് തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യാനും സുഖമായിരിക്കും. അതോടൊപ്പം ക്യാമറ മൊഡ്യൂളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആപ്പിളിൽ ഇങ്ങനൊരു സംഭവമാണ് വരുന്നതെങ്കിൽ
സാംസങ്ങും ഗൂഗിളിനും അതിൻ്റേതായിട്ടുള്ള ഒരു സംഭവമുണ്ട്. സാംസങ്ങിൽ താഴേക്കാണ് ക്യാമറാസിൻ്റെ എണ്ണമൊക്കെ കൊടുത്തേക്കുന്നത്. ഗൂഗിളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 3-4 സീരീസ് എടുത്ത് നോക്കിയോ, അതായത് 6, 7, 8 സീരീസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം, അവർ ഇങ്ങനൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് ഫോളോ ചെയ്യുന്നത്. സോ അതിൽ ഭംഗിയായിട്ടുള്ളൊരു വ്യത്യാസം അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ വരുത്തി അതേ ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഗൂഗിളും പിക്സൽ 9 സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ MKBHD റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതിലറിയാൻ സാധിച്ചത് അതിൻ്റെ പെർഫോമൻസ് വൈസ് കഴിഞ്ഞ ആ ഒരു ജനറേഷനിൽ നിന്ന് വലിയ ചേഞ്ചസ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഹാർഡ്വെയർ വൈസ് ടെൻസർ എന്ന് പറഞ്ഞ ചിപ്പിൽ വലിയതായിട്ടുള്ള ചേഞ്ചസ് ഒന്നും കൊണ്ടുവന്നില്ല. ചെറിയ ഓൾട്ടറിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ പ്ലാനറ്റ് ആപ്പിൾ ന്യൂസ് വീക്ക്ലി. അപ്പോൾ ഈ ഒരു ന്യൂസ് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ, Milan. Catch you guys in the next video. Till then, peace.